ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഫ്രോക്ക് നൈറ്റിൻ്റെ ക്ലോത്ത് കട്ടിങ് നോക്കാം. ആദ്യം തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ക്ലോത്ത് 3 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പാറ്റേൺ എടുക്കുക. ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തിടാം. ഇതുപോലെ ട്രേസ് ചെയ്യുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാർട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രണ്ടിൻ്റെ പാറ്റേൺ എടുത്തിട്ട് നെക്കിനും ആം ഹോളിനും ആണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ബോഡി പാർട്ടിൽ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ഫ്രില്ലിന് വേണ്ടി ഒരു പീസ് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 6 ഇഞ്ച് വീതിയിലാണ് ഫ്രില്ലിൻ്റെ വീതി എടുക്കുന്നത് ഫ്രിൽ പീസിൻ്റെ. അതുപോലെ ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടുമോ അതിനനുസരിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ 4 ഫോൾഡിംഗ് ഉണ്ട്. എനിക്ക് കറക്റ്റ് 6 ഇഞ്ചിൽ ഈ ഒരു ഇത്രയാണ് കിട്ടുന്നത്. പിന്നെ 1 ഇഞ്ച് സീമും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 4 പീസാണ് എനിക്ക് കിട്ടുക. നിങ്ങൾക്ക് എത്ര നീളം കിട്ടുന്നോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്ക് നെക്കിനൊരു ഡീറ്റെയിലിങ് കൊടുക്കാൻ വേണ്ടി, ഫ്രണ്ട് നെക്കിനൊരു ഡീറ്റെയിലിങ് കൊടുക്കാൻ വേണ്ടി ഒരു ഫോൾഡ് ചെയ്ത ക്ലോത്ത് എടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്ക് വിഡ്ത്തിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂടുതൽ വീതിയിൽ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് എടുക്കാം. ഒന്നെങ്കിൽ അതിൽ കുറവോ, ഞാനിവിടെ 13 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേസ്റ്റ് ലെങ്ത്ത് എടുക്കാം, അല്ലെങ്കിൽ അതിൽ കുറവോ എടുക്കാം. 1-2 ഇഞ്ച് കുറവോ എടുക്കാം. അപ്പം ഇതുപോലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡ് ഫോൾഡിങ് ആണ് കേട്ടോ. നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് നോക്കാം. സ്ലീവിനെ നമ്മൾ ഫ്രിൽഡ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അത് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പം ഇവിടെ ഞാൻ ഇത്രയും വിഡ്ത്ത് ഒരു സ്ലീവിനാണ് എടുക്കുന്നത്. അപ്പം ലെങ്ത്ത് ഞാനൊരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 4 ഇഞ്ചൊന്ന് വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഒരു സ്ലീവിനാണ്. ഇതുപോലെ തന്നെ ഒരു സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 സ്ലീവ് ഉണ്ടല്ലോ. ഇത്രയാണ് കട്ടിങ്ങിൽ വരുന്നത്, ക്ലോത്ത് കട്ടിങ്ങിൽ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ കമൻറ്റിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.